ഓൾവേസ് എന്താണ് സ്ക്രീനിലും എന്തായിരുന്നു ഇപ്പോഴും എന്താണ് oh my god എന്തെന്ത് ലുക്കാണ് അല്ലേ റൈറ്റ് ഹിസ് ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഓൾവേസ് സർപാസസ് ആൻഡ് എന്താ പറയാൻ തോന്നുന്നു ഈ ഒരു മൊമെന്റിൽ ഐ ജസ്റ്റ് വാണ്ട് ടു ഹിയർ ഫ്രം യു യുവർ എക്സൈറ്റ്മെന്റ് യുവർ ഹാപ്പിനെസ് വി സോ ദാറ്റ് യു ആർ ക്രൈയിങ് കണ്ണൊക്കെ നിറഞ്ഞ് കരയുന്നുണ്ട് ഹലോ ആദ്യം തന്നെ എല്ലാവർക്കും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നും സോ ദാറ്റ്സ് ദ ഫസ്റ്റ് വേർഡ്സ് ദാറ്റ് ഐ ഹാവ് ടു സേ താങ്ക് യു വെരി മച്ച് ഇവിടെ ഇരിക്കുന്നവരോടും ഈ സിനിമയെ നെഞ്ചോട് ചേർത്ത പ്രേക്ഷക സമൂഹത്തോടും ലോകമെങ്ങും ഈ സിനിമയെ അവരുടേതാക്കി മാറ്റിയ സിനിമ പ്രേക്ഷകരോടും ഉള്ള നന്ദി ഈ വേദിയിൽ അറിയിക്കുകയാണ് ഈ അവസരം തന്നതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന മുന്നിലും പിന്നിലും ഒപ്പവും ഉണ്ടായിരുന്ന എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാരണം ഉദയ പിക്ചേഴ്സ് എന്ന ബാനർ 79 വർഷമാകുന്നു ഏകദേശം ഈ 2025 വന്ന് നിൽക്കുമ്പോൾ ഞാനുൾപ്പെടെ എൻ്റെ മൂന്നാമത്തെ തലമുറയാണ് സിനിമയിൽ ഉദയ കുടുംബത്തിൽ നിന്നും വരുന്നത് 97 സിനിമ അഭിനയം തുടങ്ങുമ്പോൾ ഒരിക്കലും വിചാരിച്ചതല്ല ഈ യാത്ര ഇവിടെ വന്ന് നിൽക്കും അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം പോകും എന്നുള്ളത് അങ്ങനെ ആഗ്രഹിച്ചും വന്നതല്ല പക്ഷെ പിന്നീട് ഒരുപാട് പേരുടെ ഞാനല്ലാത്ത എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന എൻ്റെ കുടുംബത്തിലുള്ളവരുടെയും എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നവരുടെയും ആഗ്രഹത്തിൻ്റെ പരിണതഫലമായിട്ട് ഞാൻ സിനിമയിൽ തുടരുകയും ഇടക്കാലത്ത് മാറിപ്പോവുകയും തിരിച്ച് വീണ്ടും വരികയും ചെയ്യുമ്പോൾ അവരുടെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ആഗ്രഹങ്ങളുടെയും ഒരു യാത്രയായിട്ടാണ് എൻ്റെ സിനിമാ യാത്ര എനിക്ക് തോന്നിയിട്ടുള്ളത്. പലരും പറയുന്ന പോലെ ഒരു ചോക്ലേറ്റ് ഇമേജ് അല്ലെങ്കിൽ ചോക്ലേറ്റ് നായകൻ എന്നുള്ളൊരു ഇമേജിൽ നിൽക്കുമ്പോഴും പലരും പറയുന്ന ആ ഇമേജിൽ തളയ്ക്കപ്പെടുക എന്ന് പറയുമ്പോഴും അതൊരു സ്നേഹത്തിൻ്റെ തളയ്ക്കപ്പെടലായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതൊരു വ്യക്തി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാ നല്ല വശങ്ങളും ഞാൻ സ്നേഹപൂർവ്വം സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറം സിനിമയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് ആ ഇമേജിനപ്പുറമുള്ള സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും യാത്ര ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ജനിക്കുന്നതും അതിൻ്റെ തുടർച്ചയായിട്ട് സിനിമകൾക്ക് വേണ്ടി അല്ലെങ്കിൽ കഥാപാത്രങ്ങൾക്ക് വേണ്ടി പലരോടും പോയി ചോദിക്കുകയും അവസരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയും അവരെ നിർബന്ധിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ എന്നെ സ്നേഹിക്കുകയും അല്ലെങ്കിൽ എന്നിലൊരു നടനുണ്ട് അല്ലെങ്കിൽ നടനുണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ഒരുപാട് ആൾക്കാരുണ്ട്. സംവിധായകരുണ്ട്, തിരക്കഥാകൃത്തുകളുണ്ട്, ഛായാഗ്രാഹകരുണ്ട്, അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, എൻ്റെ കൂടെ അഭിനയിച്ചവരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണവും ഒരു സ്നേഹവും ഒരു പ്രോത്സാഹനവും ഒരു പിന്തുണയും ഉള്ളതുകൊണ്ടാണ് തിരിച്ച് വീണ്ടും വരികയും പതിയെ ആണെങ്കിലും ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും അത് മുന്നോട്ടുള്ള ചുവടുകളായി മാറുകയും അല്ലെങ്കിൽ ഇടറി വീഴുമ്പോൾ അതെന്നെ പിന്താങ്ങുവാനായിട്ട് അല്ലെങ്കിൽ ആ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുവാനായിട്ടുള്ള ഒരുപാട് ആൾക്കാർ കൂട്ടങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ളൊരു വ്യക്തിയും കൂടിയാണ് എൻ്റെ ഭാര്യ പ്രിയ. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വിജയത്തിൽ എന്നേക്കാൾ കൂടുതൽ സന്തോഷിക്കുന്ന ഒരുപാട് പേരുടെ കൂട്ടത്തിൽ എൻ്റെ ഭാര്യയും ഉണ്ട്, എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അനിയത്തിമാരുണ്ട്, എൻ്റെ അപ്പനുണ്ട്, എൻ്റെ മുത്തശ്ശനുണ്ട്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. സോ മച്ച് അക്കച്ച. പക്ഷെ പോകുന്നതിന് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, അതായത് ഓഫീസർ ഓൺ ഡ്യൂട്ടി നമ്മളെല്ലാവരും മനസ്സിൽ നെഞ്ചോലോട് ചേർത്ത് വെച്ച സമയത്ത് അതോടൊപ്പം തന്നെ എല്ലാവരും സ്നേഹത്തോടുകൂടി സ്വീകരിച്ച ഒരു സ്നേഹക്കുറിപ്പ് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചാക്കോച്ചൻ പങ്കുവെച്ച ഒരു സ്നേഹക്കുറിപ്പ്. ചാക്കോച്ചൻ ഓൾറെഡി പറഞ്ഞു പ്രിയ ചേച്ചിയോടുള്ള താങ്ക്സ് പറഞ്ഞു. പക്ഷെ ദാറ്റ് വാസ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ഫോർ പ്രിയ ചേച്ചി, അല്ലെങ്കിൽ പ്രിയ മാം കാത്തിരുന്ന ഒരു വിജയമാണ് ഇതെന്ന് പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ അത്രയും സ്വപ്നം കൊണ്ടൊരു വിജയമാണെന്ന് പറഞ്ഞിരുന്നു. സോ ഈ ഒരു മൊമെന്റിൽ ഈ ഒരു ഗ്രാൻഡ് സക്സസ് പാർട്ടിയിൽ വെച്ചിട്ട് വുഡ് യു വാണ്ട് ടു ടെൽ സംതിങ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഹർ? ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള ഒരു സംതിങ് ലവ്ലി. സിനിമയുടെ ആദ്യത്തെ സീൻ ഓർമ്മയുണ്ടല്ലോ, നന്നായിട്ട്. അത് നിനക്കിട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടം ഞാൻ ആ സീനിൽ തീർത്തു എന്നാണ് പറയാനുള്ളത്. ആവശ്യമുണ്ടായിരുന്നില്ല, ചോദിച്ചു വാങ്ങി. പക്ഷേ പ്രിയ അവിടെ ഉണ്ടോ? വന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ? വാ കയറി വാ. Come on everyone, please put your hands together for the one and only, the very darling of Mollywood.
നമ്മുടെ ഇസഹാക്കും ഇസഹാക്കിന്റെ സ്വന്തം ചക്കരമ്മ പ്രിയ മാം, കുറച്ച് കയ്യടിയൊക്കെ ആവാട്ടോ. Come on. That pose was full on fully for you. ചേച്ചി ഒരുപാട് സ്വപ്നം കണ്ട ഒരു മൊമെന്റ് ആണ് അതെന്ന് പറഞ്ഞിരുന്നു. സോ ഈ ഒരു നിമിഷത്തിൽ ചേച്ചിക്ക് എന്താ പറയാനുള്ളതെന്ന് അറിയാൻ നമുക്ക് എല്ലാവർക്കും കൗതുകമുണ്ട്. സോ പ്ലീസ് ഫ്രം യു. ഇല്ല, ഭയങ്കര സന്തോഷം മാത്രമേ ഉള്ളൂ. ജിത്തുവിനോടും ഷാഹിയോടും രഞ്ജിത്തിനോടും മാട്ടിനോടും സിബിചേട്ടനോടും എല്ലാവരോടും എനിക്ക് ഒരുപാട് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതിൻ്റെ ഒരുപാട് മേളിൽ തന്നതിന് എനിക്ക് സന്തോഷം. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ വീട്ടിലെ. That's sweet. ഒന്നും പറയാനില്ല, അതുകൊണ്ടാണ്. ഇല്ല, ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ബാബേ, എന്തെങ്കിലും പറയുന്നോ? അച്ഛനെ ഇടിക്കാരനായിട്ട് കണ്ടിട്ട് എന്ത് തോന്നി? ഇല്ല, ഒന്നും പറയില്ല. അച്ഛനെ താങ്ക് യു ഉള്ളൂ. താങ്ക് യു സോ മച്ച്. സോ ചേച്ചി, യു മേ കൈൻഡ്ലി ടേക്ക് ബാക്ക് ദ സീറ്റ്. താങ്ക് യു വൺസ് അഗെയിൻ. ആൻഡ് ചാക്കോച്ച, ഇതുവരെ വന്ന സ്ഥിതിക്ക് ക്യാൻ യു പ്ലീസ് ഡു ഓണർ ഫോർ അസ്? നമ്മളുടെ ഈ സിനിമ നമ്മളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ച നമ്മൾ ഒരുപാട് തിയേറ്റർ ഓണേഴ്സ് ഉണ്ട്. സോ നമുക്ക് അവരെ കൂടി ഈ ഒരു മൊമെന്റിൽ ലെറ്റ് us honor them. So can you please do